സുബ്രഹ്മണി. ഓക്കെ ഓക്കെ. അത് അവിടെ വെച്ചിട്ട് തയ്ക്കാണതല്ല. ഇങ്ങനെ സെറ്റപ്പ് ഇന്നിങ്ങനെ അതിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ടാണ് അടിക്കണത്. GST ഫില്ല് ചെയ്യണത്. മെട്രോ സൂപ്പർ സർവീസിൻ്റെ വണ്ടികളാണ് ഇവിടെ ഇങ്ങനെ കിടക്കണേ. പമ്പിൽ പോയിട്ടല്ല ഫില്ല് ചെയ്യണത്. ഡ്രൈവർ ചേഞ്ചാണ്. ഇപ്പോൾ ഈ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. ആള് ട്രിച്ചിന്ന് ചേഞ്ചായി. നമസ്കാരം, വണ്ടി ബസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നേച്ചർ സർവീസ് ജേണിയാണ്. നമ്മൾ മുൻകാലങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ ബസ്സിൻ്റെ. പക്ഷേ നമ്മൾ റൂട്ട് വ്യത്യാസമായിരുന്നു, ബസ്സും വ്യത്യാസമായിരുന്നു. മെഴ്സിഡസ്ബെൻസ് ആണ് വണ്ടി, മെട്രോ സൂപ്പർ സർവീസ് ആണ് വണ്ടി. അപ്പോൾ നാഗർകോവിലിൽ നിന്ന് നമ്മൾ ചെന്നൈക്ക് പോണ ഒരു യാത്ര വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യണത്. രാത്രി 8:30 നമ്മുടെ നാഗർകോവിലിൽ നിന്ന് ഈ വണ്ടി എടുക്കുക. 7:30 ആകുമ്പോഴേക്കും നമ്മൾ ചെന്നൈയിൽ എത്തുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി MSS ട്രാവൽസ് കേട്ടോ. അപ്പോൾ ഇത് ഓമിനി ബസ് സ്റ്റാൻഡാണ് നമ്മുടെ നാഗർകോവിൽ. അപ്പോൾ ഇവിടെ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണത്. ഇത് നമ്മുടെ ബാലാജി സാറിൻ്റെ വണ്ടിയാണ്. നമ്മൾ ആദ്യ കാലങ്ങളിൽ മെഴ്സിഡസ്ബെൻസിൻ്റെ വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടി നമ്മുടെ. അപ്പോൾ ഇതാണ് ഓമിനി ബസ് സ്റ്റാൻഡ് നാഗർകോവിൽ. അപ്പോൾ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാറായി. നമുക്ക് വണ്ടിയിലേക്ക് കയറാം കേട്ടോ. ഇതാണ് വണ്ടി. ഇത് നമ്മുടെ ആരാ മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ ഉണ്ട് ചേട്ടൻ. ആരാ പേര് പറഞ്ഞോളൂ? അതെ, ഉണ്ണീഷ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന്. അപ്പോൾ വണ്ടി ഇതാണ്. വണ്ടി ഇവിടുന്ന് ചെറുതായിട്ട് പുറപ്പെട്ടു. ഞാനിവിടെ എത്തുമ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ലേറ്റ് ആയിട്ടോ അതുണ്ടായത്. പിന്നെ ഈ വണ്ടി നമ്മൾ ആദ്യമായിട്ടല്ല, മുന്നേ ഈ വണ്ടിയല്ല, വേറെ കളറുള്ള വണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുവപ്പ് റെഡ് വണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ മെഴ്സിഡസ്ബെൻസ് ഇൻറ്റീരിയർ കാഴ്ചകൾ ഇടാം. എങ്ങനെയുണ്ട്? സെറ്റപ്പ് വൈബ് വണ്ടിയല്ലേ? ബാലേശ്വറൊക്കെ നമ്മുടെ സ്വന്തം ആളാണ്. ഇതാണ് നമ്മുടെ വണ്ടി മെഴ്സിഡസ്ബെൻസ്. ഇവിടെ വരുമ്പോൾ ഒരു ക്യാബിനാണ് കാണുന്നത്. സോറി, ക്യാബിൻ ഒരു സ്ലീപ്പർ, അതായത് ഒരു ബെർത്താണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെയാണ് ബെർത്തിൻ്റെ സെറ്റപ്പ് ഒക്കെ വരുന്നത്. ചാർജിങ് പോർട്ടൽസും അതുപോലെ മൊബൈൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ലഗേജ് ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഇവിടെ ഈ ലൈറ്റ് നോക്കി ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 2 പേർക്ക് കിടക്കുന്ന സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ലഗേജ് ബോക്സും വലുതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മൊബൈൽ ചാർജും പോർട്ടൽസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലത്തെ ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെക്ക് കളറിലുള്ള ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ മെഴ്സിഡസ്ബെൻസിന്റെ ലോഗോ, ക്യാമറ കാര്യങ്ങളൊക്കെ കാണാം. ഇന്റീരിയർ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ വരുന്നത് കേട്ടോ. നല്ല അടിപൊളി. ഇവിടെ ഇരിക്കുമ്പോൾ എഞ്ചിന്റെ സൗണ്ട്. വണ്ടി ഇപ്പോൾ മൂവിങ് ആണ്. വീണനെ ഞാൻ മൂവിങ്ങിൽ തന്നെ എടുക്കുകയാണ്. കാരണം ഇവിടുന്ന് കുറേ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതിന് കയറാണ്ടാവും. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് AC ഫ്ലോറും കാര്യങ്ങളൊക്കെയാണ്, അതാണ് സൗണ്ട് ഉള്ളത് കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയർ കാഴ്ചകൾ. ഇൻറ്റീരിയർ നല്ല വൈബ് സെറ്റാണ് കേട്ടോ. കണ്ടോ ഓക്കെ, നല്ല അടിപൊളിയല്ലേ? AC ഇങ്ങനെ തെറിപ്പിക്കുന്നുണ്ട്, അടിപൊളിയാണ്. ബെഡ്ഷീറ്റൊക്കെ നോക്കിയേ, ബെഡ്ഷീറ്റില്ല സോറി, മറ്റേത് പുതപ്പൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി പുതപ്പ്. പിന്നെ താഴെ ഇതുപോലെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സൈഡ് വരുന്നത്. അതിൽ 2 പേർക്ക് കിടക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരാൾക്ക് കിടക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇത് ലൈറ്റ് ഓഫ് ചെയ്തിട്ടേക്കാണുള്ള കുറച്ച് ക്ലാരിറ്റി ഇല്ലാത്ത കേട്ടോ. ഇതിൽ 2 പേർക്ക് കിടക്കാം, ഇവിടെ ഒരാൾക്കും കിടക്കാം. അങ്ങനത്തെയാണ്. ഓക്കെ, ഇതുപോലെ ഒരു സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലേ ഈ മാറ്റ്? നല്ല രസമായിട്ടുള്ളൊരു മാറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഓവറോൾ അടിപൊളി ഒരു വൈബ്, ആംബിയൻസ് ഒക്കെ നോക്കിയാൽ നല്ല അടിപൊളി ലുക്കല്ലേ? ഇട് ലുക്കല്ലേ? ആൾക്കാരൊക്കെ ഇവിടുന്ന് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
വണ്ടി സെറ്റ് വണ്ടിയാണ്. നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്കൊക്കെ ഒന്ന് പോവാം. ഒന്നും പറയാനില്ല, അടിപൊളിയാ. ഇവിടെ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഇരിക്കുന്നുണ്ട്. നോക്കിയേ, അവിടെ ക്ലോക്ക്, സ്റ്റോപ്പ് ബട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണേ. അപ്പോൾ ഇവിടെ ഒന്നുകൂടി തെളിച്ചിട്ടുണ്ടല്ലേ, ഒന്നുകൂടി നന്നായിട്ട് അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. എന്തായാലും ഇതൊക്കെയാണ് അപ്പോൾ എന്താ ഇന്റീരിയർ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. എന്തായാലും വേറെ ഒന്നുമില്ല പിന്നെ പറയാൻ. അപ്പോൾ നമുക്ക് ഒന്ന് ക്യാമറയുടെ കൂടി ചെയ്യാം അല്ലേ. നമ്മളെ തിരുനെൽവേലി എത്തിയിട്ടോ, തിരുനെൽവേലി. അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അത് തിരുനെൽവേലിയാണ് കേട്ടോ സ്ഥലം. തിരുനെൽവേലി എത്തി നമ്മുടെ വണ്ടി. മെട്രോ സൂപ്പർ സർവീസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. മെർസിഡസ്ബെൻസിൻ്റെ എംബ്ലം കാര്യങ്ങളൊക്കെ കണ്ട. എഞ്ചിൻ്റെ സൗണ്ട് നോക്കി. നമ്മളിതിൻ്റെ റെഡ് ബസ്സിലാണ് അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ വലുപ്പല്ലേ. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ ഉണ്ടോ, അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് നമ്മളൊക്കെ വരുന്നുണ്ടോ. ക്ലസ്റ്ററൊക്കെ നോക്കി, ഇങ്ങനത്തെ സെറ്റപ്പിലാണ് ഇതിൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് സ്വിച്ചുകളാണ് ഇതില്. 1, 2, 3, അതായത് 1, 2, 3, അതായത് ഗിയറും പൊസിഷനുണ്ട് അതൊക്കെ. പിന്നെ ഡി ഡ്രൈവ്, N ന്യൂട്രൽ, R റിവേഴ്സ് എന്നുള്ള സംഭവങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലെ സ്വിച്ചുകളാണ് നമ്മുടെ എയറോപ്ലെയിനത്തെ പോലെ. ഏസറെ യൂണിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല. ഓവറോളിനുള്ളിൽ ഇങ്ങനത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഉള്ളിൽ കയറിയ അങ്ങനെയുണ്ട്. തിരുനെൽവേലിയിൽ തന്നെ ഇവരുടെ മൈറ്റൂരിൻ്റെ പാർസൽ സർവീസ് ഉണ്ട്. പറഞ്ഞില്ലേ, ഇവർക്ക് 1000-ഓളം ലോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ ലോറി ഉണ്ട്. അപ്പോൾ ആ ലോറി ഇതിന് ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി. നമ്മളിതിൽ നിന്ന് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ക്രൂ മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. എന്താണ് നെയിം തന്നെ? തിരുവെങ്കടം. ഊരെന്നെ? ഈരോട്. ഓക്കെ. ഉങ്ക നെയിം? ശിവ. ഊര്? തിരുവണ്ണാമലൈ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് വണ്ടി സ്റ്റാഫ്സ്. ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ആളെ കൂടിയും പരിചയപ്പെടുത്തി തരാം. വരുമ്പോൾ ആള് വാട്ടർ ബോട്ടിൽ സപ്ലൈ ചെയ്യാൻ അവിടെ പോയിക്കാം. ആദ്യാണ് കേട്ടോ ആളാണ് ഇതില് 3ാമത്തെ ആള് മെമ്പറായിട്ട് ഉള്ളത്. MRM ട്രാവൽസ്. അത് എങ്ങനെ പോണ വണ്ടി? താങ്ക് യു. ഇത് ചെന്നൈ അല്ലേ? നല്ല ബെൻസിലെ യാത്രയും നല്ല സുഖമാണ്, നല്ല അടിപൊളിയാണ്. നമ്മുടെ സ്കാനിയ പോലെ തന്നെയാണ്. നമ്മുടെ ശലഭത്തിന്റെ കയ്യിൽ സ്കാനിയ കിടക്കുന്നുണ്ട്. അടിപൊളി വണ്ടിയാണ്. അതിപ്പോൾ ഉടൻ തന്നെ ഇറങ്ങും ആ വണ്ടിയൊക്കെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സുൽത്താൻ നമ്മള് ശലഭത്തിന്റെ വണ്ടി ഇറങ്ങട്ടെ. എന്നിട്ട് നമ്മളതിൽ മെർസിഡസ്ബെൻസ് ഓടിച്ച് നോക്കണ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അടിപൊളി എക്സ്ക്ലൂസീവായിട്ട്. നമ്മളിപ്പോൾ ഓൾവോ ഓടിച്ചു, സ്കാനിയ ഓടിച്ചു. മെർക്കിന്റെ വീഡിയോ ശലഭം ഇറങ്ങിയിട്ട് ചെയ്യും. എനക്കില്ല, നല്ല അടിപൊളി റോഡാണ്. അടിപൊളിയായിട്ട് ഇങ്ങനെ പോകാന്നില്ല. എന്ത് സെറ്റ് റോഡാ നോക്കി. പകലാണെങ്കിൽ വേറെ ലെവലിൽ കിട്ടും. നമ്മൾ മുന്നേ ഹൈദരാബാദ് വണ്ടി കല്ലടയിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മധുരൈ 132, ട്രിച്ചി 280 ഉണ്ട്.
അപ്പോൾ എന്തായാലും രാവിലെയായി. ഇതാണ് നമ്മുടെ രാവിലത്തെ സൂര്യൻ ഉദിച്ചിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാത്രി നമ്മൾ ഒരുപാട് വിഷ്വൽ എടുത്തില്ല. അപ്പോൾ ഇതാണ് പകലത്തെ കുറേ തമിഴ്നാടൻ കാഴ്ചകൾ. എങ്ങനെയുണ്ട്? ഭയങ്കര സെറ്റപ്പ് അല്ലേ? നല്ല കൃഷിയിടങ്ങളാണ് ഇവിടെ. എവിടെയും നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് സൈഡിൽ. ഡ്രൈവർ ചേഞ്ചാണ്. ഇപ്പോൾ ഈ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. ആള് ട്രിച്ചിന്ന് ചേഞ്ചായി. എന്താ റോഡ് നോക്കി, തമിഴ്നാടിന്റെ ടിപ്പിക്കലുള്ള പുളിമരങ്ങൾ രണ്ട് സൈഡിലും കാണാണ്ട്. ചെന്നൈക്ക് 69 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മെർസിഡസ്ബെൻസ് കിടക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഷർട്ടായിരിക്കുന്നത്. வந்துட்டு நிப்பாட்டுறீங்களா இல்ல நிப்பாட்டுவியா இல்ல உள்ள அடிச்சு விட்டுட்டு அப்படின்னு கேட்டான். என்னை கேட்டுருந்தான். என்னை கேட்டுருந்தா கணக்க வேற. அது என்ன ரேட்டிங் நான் பார்த்துக்குவேன். உன் வீட்டில் வந்து அதுக்கு நீ கம்ப்ளீட் கேட்கணும். അപ്പോൾ നമ്മൾ ചെന്നൈ എത്താറായി. നാട്ടിൽ തന്നെ നമ്മൾ ചെന്നൈ എത്തിട്ടോ. ചെന്നൈ എത്താറായി വഴി കണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയി ടൗണിൽ റോഡിൽ. രാവിലെ ബ്ലോക്കും തിരക്കും നോക്കി. ചിലവന്മാരെങ്ങനെയാണ് സൈഡും കൊടുക്കില്ല. അവർ പോകില്ല, മറ്റുള്ളവർ പോകാൻ സമ്മതിക്കൂല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളാണ്. സൗണ്ട് കേൾക്കുന്നത് ഒരു ട്രാക്ടർ കിട്ടുന്ന ആടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കിടക്കണ ഏരിയ. നമ്മള് നല്ല സെറ്റായിട്ട് ഇവിടെ കിടക്കുകയാണ്. അടിപൊളിയാണ്. കിടന്ന് പോകാനൊക്കെ ആയിട്ട് നല്ല പറ്റിയ വണ്ടിയാണ്. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഉണ്ണിച്ചേട്ടനാട്ടത്. അപ്പൊ നമ്മളങ്ങനെ ചെന്നൈയിലെത്തി. ഇതാണ് ചെന്നൈ. നമ്മുടെ വണ്ടിയാണ് നിൽക്കണേ. MS ട്രാവൽസ് മറ്റു സൂപ്പർ സർവീസ്. ഇപ്പോൾ
സമയം 8:05, 7:00 പറഞ്ഞ, പക്ഷെ 8:05 നമ്മളെത്തി. വ്ലോഗ് കാരണം മേട്ടൂർ സൂപ്പർ സർവീസിൻ്റെ മെയിൻ സെറ്റപ്പ് സ്ഥലം കേട്ടോ. ഇവിടെയാണ് അവരെ പാഴ്സലിൻ്റെ മെയിൻ സ്ഥലം കിടക്കണേ. ഫില്ലിങ് ചെയ്യണതാണ് വണ്ടിയിലേക്ക്. കണ്ടോ ഇങ്ങനത്തെ സെറ്റപ്പിലാണ്ടോ ഫില്ല് ചെയ്യണത്. എങ്ങനെയുണ്ട്? ആരും കാണാത്തൊരു കാഴ്ചയായിരിക്കും അല്ലേ. നമ്മളിതുപോലെ ഒരു വണ്ടി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ സെറ്റപ്പാണ്. ഇന്നിങ്ങനെ അതിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ടാണ് അടിക്കണത്, ഡീസൽ ഫില്ല് ചെയ്യണത്. മേട്ടൂർ സൂപ്പർ സർവീസിൻ്റെ വണ്ടികളാണ് ഇവിടെ ഇങ്ങനെ കിടക്കണേ. പമ്പിൽ പോയിട്ടല്ല ഫില്ല് ചെയ്യണേ, നമ്മൾ ഫില്ല് ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ. ഉണ്ടല്ലേ, അത് നല്ല സെറ്റപ്പ് പരിപാടിയല്ലേ. ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ നിന്നാണ് ഫില്ല് ചെയ്യണത്. ഇതൊക്കെ പാർസൽ സർവീസിൻ്റെ ആ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് മേട്ടൂർ സൂപ്പർ സർവീസിൻ്റെ. ഇവിടെ വണ്ടികൾ, എല്ലാ വണ്ടികളും ഇവിടെ വരും, എന്നിട്ട് ഇങ്ങനെ നിർത്തും. കണ്ടാ, എന്നിട്ട് ഇവിടെ പാഴ്സലൊക്കെ നിർത്തി ഇറക്കി ഇതുപോലെ ഫില്ല് ചെയ്യുമല്ല. എന്ത് സെറ്റപ്പല്ലേ. ഇത് MSSൻ്റെ അപ്പോൾസ്ട്രി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. കർട്ടൻ വർക്ക്, അതുപോലെ വിരികളും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. ഉങ്ക നെയിം തന്നെ സുബ്രഹ്മണ്യ. ഓക്കെ. എന്നാ ഇവിടെ വെച്ചിട്ട് തയ്ക്കുകയാണതല്ല. ഇത് ഇവിടുത്തെ ഒരു മാനേജറാണ്. ഉങ്ക നെയിം തന്നെ കലയരസൻ. ഇത് പാർസൽ മാനേജർ അല്ലേ? ഓക്കെ. ചെന്നൈ. ഓക്കെ. എത്ര 10 years இந்த ഫീൽഡിൽ അല്ലേ? ഓക്കെ. പിന്നെ MSSലായിട്ട് 10 years ആയി. ഊര് എങ്ക? ചെന്നൈ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ മേട്ടൂർ സൂപ്പർ സർവീസിന് ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ മറ്റേ പാർസൽ സർവീസും ഉണ്ട്. അതുപോലെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പോണ്ടിച്ചേരി, ഓക്കെ, എല്ലാ സ്റ്റേറ്റിലും എടുക്കും അല്ലേ? ഓക്കെ. പിന്നെ ഓക്കെ ബസ് ഇருக்கு. ഓക്കെ. അപ്പോൾ വലിയൊരു സ്ഥാനമാണ് എന്തായാലും. എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യണത് അല്ല, പുറം അല്ലേ? ഓ, വെരി ഫാസ്റ്റ്. ഓക്കെ. ഇതാണ് നമ്മുടെ വന്ന വണ്ടി. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.